بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ മഹത്തായ വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ഈ സദസ്സിൽ തിങ്ങി നിറഞ്ഞെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ സ്നേഹം, അവൻ്റെ കടാക്ഷം നമുക്കുണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെയും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസം ഈ പന്തലിലും ഇതിൻ്റെ പരിസരത്തും ഇതിൻ്റെ മുഖ്യ സംഘാടകരുടെയും ഈ സമ്മേളനത്തിൻ്റെ സഹപ്രവർത്തകരുടെയും മനസ്സിൻ്റെ പരിസരത്തും തീർച്ചയായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഈ സാഹചര്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. കോരിച്ചൊരിയുന്ന മഴയത്ത് പാതി പോലും പിന്നിട്ടിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഹൃദയത്തിൽ നിന്നുയർന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് നൽകിയ സമ്മാനമായി ഈ അന്തരീക്ഷത്തെയും ഈ സാഹചര്യത്തെയും ഈ നിറഞ്ഞ സദസ്സിനെയും ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ആശയവും ആദർശവും മാത്രം മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഈ കൂട്ടായ്മയെ എന്നും നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ സഹായം, അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ധാരണയെയും മനസ്സിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പഠിച്ചവനെ. യഥാർത്ഥത്തിൽ വളരെ സന്തോഷകരമായ ഒരനുഭവത്തിലൂടെയാണ്, പശ്ചാത്തലത്തിലൂടെയാണ് നമ്മുടെ സമ്മേളനം കടന്നു പോകുന്നത്. വിസ്ഡം എൻലൈറ്റനിങ് കോൺഫറൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് തൃശ്ശൂരിലെ കൊച്ചന്നൂരിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ മനോഹരമായി ആരംഭം കുറിച്ചിട്ടുള്ളത്. നിലവിൽ 5 ചാപ്റ്ററുകളാണ് നാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ
വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായ പ്രബോധന സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുന്ന സലഫി കൂട്ടായ്മ പ്രഖ്യാപിച്ച വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ റോഡ്സ് വകുപ്പിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഡോർ ടു ഡോർ പ്രോഗ്രാമും ഇന്നലെ ഇവിടെ നടക്കുകയുണ്ടായി. വളരെ വലിയ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചെത്തിയ നമ്മുടെ പ്രവർത്തകർ ഇന്ന് രാവിലെ കൃത്യം 7 മണി മുതൽ ഉച്ചക്ക് 12:30-1 മണി വരെ നീണ്ടു നിൽക്കുന്ന വളരെ അനുഭവപൂർണമായ ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഈ സദസ്സ് ഇവിടെ സംഗമിക്കുന്നത്. മുകളിൽ ആകാശത്ത് മേഘപാളികളുടെ തണലിൽ, ആശങ്കയുടെ മുൾമുനയിൽ, ദൃഢനിശ്ചയത്തിൻ്റെയും ശക്തമായ തീരുമാനങ്ങളുടെയും മനക്കരുത്തിൽ പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായി അവർ കയറിയിറങ്ങിയപ്പോൾ എത്തിയത് 10,760 വീടുകളാണ്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കാസർഗോഡ് നമ്മൾ പൂർത്തീകരിച്ച 10,006 കൊച്ചന്നൂരിൽ നമ്മൾ പൂർത്തീകരിക്കുന്ന 10,760 കൂടി ഇൻഷാ അല്ലാഹ് ചേർത്ത് വെക്കുകയാണ്. ഇതോടുകൂടി കാസർഗോഡ് എൻലൈറ്റനിങ് കോൺഫറൻസിൽ ഇതിൻ്റെ സംഘാടകരായ നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം, തൃശ്ശൂർ ജില്ലയിലെ എൻ്റെ സഹപ്രവർത്തകരോട്, തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓരോ പ്രദേശത്തും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ജനറൽ കമ്മിറ്റിയും റോഡ്സ് വകുപ്പുമൊക്കെ കാര്യങ്ങൾ ആരംഭിച്ചിടുകയും പിന്നീട് അവിടെ പൂർത്തീകരിക്കേണ്ട, ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ മണ്ഡലം ക്യാമ്പുകളിലൂടെ, അതേപോലെ തന്നെ ശാഖാ ക്യാമ്പുകളിലൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ശ്രമങ്ങളിലൂടെ പൂർത്തീകരിക്കുന്ന രീതിയാണ് നമ്മൾ തീർച്ചയായും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചിലർക്കെങ്കിലും ചില തിരുത്തുകൾക്കും ചില പശ്ചാത്താപങ്ങൾക്കുമുള്ള ഇടമായി ഇതിനെ കാണുകയാണ്. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫോമുകളിലൂടെ കുറഞ്ഞ നേരം കണ്ണോടിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. ഏകദേശം 10,760, ഏകദേശമല്ല കൃത്യം 10,760 ചില ടീം അംഗങ്ങൾ അവരുടെ കണക്കുകൾ സമർപ്പിച്ചാൽ ഇനിയും അല്പം കൂടി കൂടുന്ന ഈ കണക്ക് 10,760 വീടുകളുടെ മുന്നിൽ പോയി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടോ, അതല്ലെങ്കിൽ വോട്ട് ചോദിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ പിരിവ് ചോദിച്ചുകൊണ്ടോ അല്ല നമ്മൾ പോയിട്ടുള്ളത്. മറിച്ച് മഹത്തായ ദീനിന്റെ ഉജ്ജ്വലമായ ആശയ സാരാംശങ്ങളെ നിങ്ങൾക്ക് എത്തിക്കാനുള്ള വ്യക്തിപരമായ ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. വ്യക്തിപരമായ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുകളിൽ ആകാശത്ത് മേഘക്കീറുകൾ തണലൊരുക്കിയ ആകാശത്തിന്റെ താഴെ വെള്ളക്കെട്ടുകൾ ചാടി, ചളിക്കുണ്ടുകൾ ചാടി, ഇന്നലെ പെയ്ത മഴയുടെ മുഴുവൻ പരിക്കുകളുമുള്ള ഇടവഴികളിലൂടെ സ്വന്തം ജീവിതത്തിലെ സ്വർഗത്തിലേക്കുള്ള ഇടവഴി തേടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത്യധ്വാനം ചെയ്ത് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ രാത്രി വൈകി ഉറങ്ങിയപ്പോൾ ഒരാളെ പോലും തട്ടി ഉണർത്തേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഒരാളെയും തട്ടി ഉണർത്തേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ ഉണർന്നെഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥനയിലും തസ്ബീഹിലും തഹ്ലീലിലും തക്ബീറിലും മുഴങ്ങിയ കേരളത്തിലെ 10,000-കണക്കിന് മനസ്സുകളുടെ പ്രതിനിധികളായി കൊച്ചന്നൂരിലെ പാതി മാത്രം പണി പൂർത്തീകരിച്ചിരുന്ന ഈ പന്തലിൽ ഘോരഘോരം പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ പരിസരത്തൊരുമിച്ചുകൂടി എൻ്റെ പ്രവർത്തകരുടെ, എൻ്റെ സഹപ്രവർത്തകരുടെ കണ്ണിലെ ദൃഢനിശ്ചയങ്ങളിൽ നിന്ന് ഈ പദ്ധതി അള്ളാഹു പൂർത്തീകരിക്കുമെന്ന ആത്മാർത്ഥമായ മാനസികാവസ്ഥ പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് തീർച്ചയായും ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് എന്നത് ഏറെ സന്തോഷത്തോടുകൂടെ പറയാണ്. ഒരു വീട്ടിൽ മിനിമം 3 ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 4 ഡിസ്കുകളും ഒമാനായ ഹുസൈൻ സലഫിയുടെ, അതേപോലെ ജ്യേഷ്ഠ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ, അതേപോലെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീമിന്റെ, പിന്നെ പല പ്രഭാഷകരുടേത് അടങ്ങുന്ന MP3 സ്പീച്ച് അടങ്ങുന്ന 4 ഡിസ്കുകളാണ് ഈ വീടുകളിലൊക്കെ കൊടുത്തത്. അപ്പോൾ 10,056 വീടുകളിൽ മഹാഭൂരിപക്ഷം വീടുകളിലും അത് എത്തിയിട്ടുണ്ട്. 2-3 തരം 4 തരം ബുക്ക്ലെറ്റുകളും, ചില വീടുകളിൽ 2, ചിലതിൽ 3, ചിലതിൽ 4, വീടിന്റെ അവസ്ഥക്കനുസരിച്ച് 4 തരം ബുക്ക്ലെറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് 2 കൈകളിലും വഹിച്ച് അവര് ഇറങ്ങിപ്പുറപ്പെടുന്ന ചിത്രം
ചെയ്തത് മുഴുവൻ ഹാജരാക്കപ്പെടുന്ന പരലോകത്ത് കാണുമെന്ന സന്തോഷമാണ് ഓരോ പ്രവർത്തകനെയും ഈ രംഗത്ത് പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യം എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് കണ്ട ചില മുഖങ്ങൾ, അവരിൽ ഒരാളെ പോലും നമ്മൾ വിളിച്ചിട്ടില്ല. പക്ഷേ അവരിവിടെ വന്നത് ആ ഇടവഴികളിലൂടെ വെള്ളക്കെട്ടുകൾ ചാടി ചാറ്റൽ മഴ കൊണ്ട് അവർ നടന്നപ്പോൾ അവർക്കതിൽ നിന്ന് കിട്ടിയൊരു ആനന്ദമുണ്ട്. ഒരു പൂന്തോട്ടത്തിന്റെ അരികിലിരുന്ന് കുളിർക്കാറ്റ് കൊള്ളുമ്പോൾ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കളിച്ചിരി വർത്തമാനം പറയുന്ന, ഇന്നലെ കല്യാണം കഴിഞ്ഞ നവവധുക്കളുടെ നവവരന്മാരുടെ ഹൃദയത്തിൽ ആഘോഷത്തെക്കാളും വലിയ ആഘോഷം യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ജീവിതം നമുക്ക് വേണ്ടി വീട്ടിലെ ഒരു റൂം ജയിലറയാക്കുമ്പോൾ, നമ്മുടെ ജീവിതം രോഗശയ്യയിലേക്ക് മാറുമ്പോൾ, അവിടെ ക്യാൻസർ രോഗം ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളെ തിന്നു തീർത്തുകൊണ്ടിരിക്കുമ്പോൾ, കിഡ്നി ഫെയിലിയർ വന്ന് വയറ് തടിച്ചു വീർത്ത് മൂത്രം പുറത്തു പോകാതെ ആർത്ത് കരയുമ്പോൾ ആശ്വസിക്കാനും നോക്കിക്കാണാനും സന്തോഷിക്കാനും ഒക്കെ ചില കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ ബാക്കി വെക്കേണ്ടതുണ്ട്. അതിൻ്റെയും അപ്പുറത്ത് നമുക്ക് മനുഷ്യരാകേണ്ടതുണ്ട്. ചില കാഴ്ചകൾ നമ്മളുടെ സുജൂദിനെ സജീവമാക്കും, ചില കാഴ്ചകൾ നമ്മുടെ സുജൂദിനെ ഉജ്ജ്വലമാക്കും, ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കും. അല്ലെ, അങ്ങോട്ട് പോകുമ്പോൾ സിനിമാ ഗാനം കേട്ട വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ബഹുമാനനായ ഹാരിസ് ബിൻ സലീമിന്റെ സ്പീച്ച് കേട്ട് ഞങ്ങൾ തിരിച്ചു പോന്നതാണ് ജീവിതത്തിൽ ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ഏറ്റവും വലിയ സംതൃപ്തി എന്നെഴുതിയ ഫീഡ്ബാക്ക് ഫോം വായിക്കാൻ എനിക്ക് വ്യക്തിപരമായ അവസരം ലഭിച്ചു. 10,000-കണക്കിന് വീടുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ വായിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ഭാഗങ്ങൾ ആവശ്യം പോലെ നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരുടെ ഈ രംഗത്തെ ഉൾക്കരുത്തുകൾക്കും ആവേശങ്ങൾക്കും വേണ്ടി ആവശ്യാനുസരണം പുറത്തുവിടാം. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യത്തെയും ഇഖ്ലാസിനെയും റിയാ ഇല്ലാത്ത മനസ്സിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇനി ശൈത്താൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇഖ്ലാസിനെ കൈകാര്യം ചെയ്യുക. നമ്മളുടെ എണ്ണങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന മാനസികാവസ്ഥ ഉണ്ടാവുക. അതല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെയൊക്കെ ആള് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നുക. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. തൃശ്ശൂർ ജില്ലയിൽ അടുത്ത ദിവസങ്ങളിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടുന്ന ഒരു ഘട്ടമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ, സത്യദീനിനെ സഹായിക്കാൻ, ഇസ്ലാമിനെ സഹായിക്കാൻ ഞാൻ തന്ന ബുദ്ധി കൊണ്ടും ഞാൻ തന്ന അവയവങ്ങൾ കൊണ്ടും ഞാൻ തന്ന ശരീരം കൊണ്ടും ഞാൻ തന്ന ജീവിത ഉപാധികൾ കൊണ്ടും നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, പടച്ചവനെ ഞാൻ ഇങ്ങനത്തെ ചില മണിക്കൂറുകൾ ചെലവിട്ടിരുന്നു എന്നെങ്കിലും പറയാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ ഭാര്യ വീട്ടിൽ ഒറ്റക്കുള്ളത് കൊണ്ട് ശാരീരിക പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ വരാത്തവരുണ്ട്. ഇന്ന് നമ്മൾ നിശ്ചലമായാൽ, നമ്മുടെ കണ്ണുകൾ മറ്റാരോ അടച്ചു തന്നാൽ, മലക്കുന്ന കണ്ണ് ആത്മാവിനെ പിന്തുടർന്നാൽ, വായിൽ നിന്നും നൊരയും പൊതയും വന്നാൽ, നാളെ രാത്രി മുതൽ ഭാര്യ തനിച്ചാണ് സുഹൃത്തുക്കളെ. അനന്തമായ ഏകാന്തതയിലേക്ക് അവർ പോകും, ഉറപ്പാണ്. അതുകൊണ്ട് അതൊന്നും കാരണങ്ങളല്ല, ന്യായങ്ങളല്ല. നമ്മൾ പലരും കാണുന്നത് കാരണങ്ങളല്ല, ന്യായങ്ങളല്ല എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു. അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ മറക്കുന്നവർ കട്ടിലിൽ കിടന്ന് വിലപിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകരുത് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മോക്ഷത്തിന്റെ മാർഗം എന്ന വിഷയത്തിലൂടെയുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഉദ്ദേശിക്കുന്നത്. മോക്ഷം എന്നത് മനോഹരമായൊരു പ്രയോഗമാണ്, പദമാണ്. ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ആരും കൊതിക്കുന്ന വിഷയമാണ്. യഥാർത്ഥത്തിൽ വിഗ്രഹത്തിന്റെ മുന്നിൽ തലകുനിക്കുന്ന മനുഷ്യനും, ചില്ലിലടച്ച ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യനും, ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനും, വിഗ്രഹങ്ങൾക്കും ഛായാചിത്രങ്ങൾക്കുമൊപ്പം ജാറപ്പുരകളിൽ മഹാത്മാക്കളുടെ ഖബറിനരികിൽ പോകുന്ന മനുഷ്യനും, അതോടൊപ്പം തന്നെ നഗ്നനായ ആൾ ദൈവത്തിന്റെ കാലിൽ പിടിച്ച് ചുംബിക്കുന്നവനുമൊക്കെ ആഗ്രഹിക്കുന്നത് മോക്ഷത്തെയാണ്, വിജയത്തെയാണ്, വിമോചനത്തെയാണ്, തിരിച്ചറിവിനെയാണ്, തിരിച്ചുവരലിനെയാണ്. ആർക്കും ഒരു സംശയമില്ല, ഒരാൾക്കും സംശയമില്ല. അല്ലേ, യൂട്യൂബിൽ കാണുന്ന തീർത്തും വ്യത്യസ്തമായൊരു വീഡിയോ ഉണ്ട്. എന്താ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ മനുഷ്യർ മരണപ്പെടുമ്പോൾ അവരെ ചുട്ട് ചാമ്പലാക്കാൻ വേണ്ടി ആ വിശുദ്ധ പ്രദേശം തേടി എത്തുന്നു. എന്നിട്ടോ ആ ബോഡി അവർ വാങ്ങുന്നു, അത് കത്തിക്കാൻ ആവശ്യമായ വിറകും മറ്റു വസ്തുക്കളും കൊടുക്കുന്നു, അതിന്റെ ക്യാഷും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു. എന്നിട്ടോ ഇത് കത്തിക്കേണ്ട ആളുകൾ അവര് അത് കത്തിക്കാതെ തൊട്ടടുത്ത നദിയിലേക്ക് ആ ബോഡി തള്ളിയിട്ട് ആ ക്യാഷ് പോക്കറ്റിലിടുന്നു.
അങ്ങനെ ഒഴുകി വരുന്ന ആ ബോഡി അത് തിന്നുന്ന ചില മതാചാര്യന്മാരുടെ വീഡിയോ ചിത്രങ്ങൾ ചില ചാനലുകൾ, ഇന്ത്യയിലെ ചില പ്രമുഖ ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ചാനലുകൾ പുറത്തുവിട്ട ഇവിടുത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള ജനസമൂഹങ്ങൾ കണ്ട ഒരു കാഴ്ച ഞാൻ എന്റെ സദസ്സിന്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പച്ച ശരീരം, മനുഷ്യന്റെ പച്ച ശരീരം, ജീവൻ പോയ പച്ച ശരീരം തിന്നുന്നവനും ആഗ്രഹിക്കുന്നത് മോക്ഷമാണ്, മോക്ഷം തന്നെയാണ്. ബീവറേജസ് കോർപ്പറേഷന്റെ ക്യൂവിൽ നിന്ന് വാങ്ങിക്കഴിച്ച മദ്യത്തിന്റെ കരുത്ത് കൈകളിൽ വന്ന് ആ കൈകൾ തന്റെ ഭാര്യയുടെ കവിളത്ത് വീണ് തന്റെ ബീജഗണങ്ങൾ പേറിയ അവളുടെ ഉദരത്തിൽ ചവിട്ടി അവൾ ആർത്ത് കരയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യൻ, രാവിലെ തളർന്നു കിടക്കുന്ന അവളെ കാണുമ്പോൾ അവളെ ശരീരത്തിന്റെ അരികിലിരുന്ന് അവളെ കയ്യിൽ മുറുക്കി പിടിച്ച് പ്രതിജ്ഞ കൊടുക്കുന്നുണ്ട്. അവളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീടുന്ന രക്തത്തുള്ളികൾ തുടച്ചു കൊടുത്തുകൊണ്ട് തന്നെ, ഇല്ല, ഞാൻ ഇനി പോവില്ല എന്ന്, എനിക്കിനി വേണ്ട എന്ന്, ഞാൻ നിർത്തിയിരിക്കുന്നുവെന്ന്. പക്ഷേ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കത്രയുള്ളൂ, നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. കൊട്ടേഷൻ കഴിഞ്ഞ് വെട്ടി നുറുക്കി 51, 61, 71 വെട്ടി നുറുക്കലുകൾക്ക് ശേഷം ഒളി സങ്കേതങ്ങളിൽ കഴിയുമ്പോൾ ഒളി സങ്കേതങ്ങളിൽ ഇരുന്ന് പശ്ചാത്താപത്തിന്റെ മനസ്സുള്ളവരാണ് ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളിലെ പലരെന്നും. അവരോട് പലപ്പോഴും ഇത്തരം രംഗങ്ങളിൽ അവരുടെ ജയിൽ വിമോചനങ്ങൾക്കു ശേഷം, അവരുടെ ജാമ്യങ്ങൾക്കു ശേഷം അവരോട് വ്യക്തിപരമായ സംഭാഷണങ്ങൾക്ക് പോയവരുടെ മുന്നിൽ മുഖം പൊത്തിക്കരഞ്ഞ് ഷെയർ ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ പലരുടെയും കൈകളിലുണ്ട്. ഞാൻ പറയുന്നത് നന്നാകണമെന്ന മനുഷ്യന്റെ അടങ്ങാത്ത ഈ ആഗ്രഹത്തെ, ഈ അഭിലാഷത്തെ, ഈ ആഗ്രഹത്തെ, ഇതിനെ നമുക്ക് ഒരു റൂട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇവിടേക്ക് നന്നാവണമെന്ന അഭിലാഷത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഞാൻ നന്മയിലാണോ, ഞാൻ തിന്മയിലാണോ, ഞാൻ മോക്ഷത്തിലാണോ, ഞാൻ രക്ഷയിലാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതിനെന്തു വേണമെന്നറിയോ? അതിനെന്തു വേണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കോൺഫറൻസിന്റെ തൊട്ട് മുന്നിലുള്ള റോട്ടിലൂടെ ഈ പന്തലിന്റെ വലതുഭാഗത്ത് നിന്ന് ഒരാളും ഇടതുഭാഗത്ത് നിന്ന് മറ്റൊരാളും വരുമ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടുന്ന പോയിന്റിൽ അവർ പരസ്പരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ലേ? എന്താണ് ആ ചോദ്യം? എവിടുന്നാ വരുന്നത്? എങ്ങോട്ടാ പോകുന്നത്? എന്താ പരിപാടി? എവിടെ നിന്നാണ് വരുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? എന്താ പരിപാടി? എന്ന ഈ 3 ചോദ്യങ്ങൾ എന്റെ സംസാരം കേൾക്കുന്ന മതത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത ഹൃദയങ്ങളോട്, സംഘടനാ പക്ഷാപാതിത്വങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത ഹൃദയങ്ങളോട്, മനുഷ്യൻ എന്ന ഏകമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളോട് ചോദിക്കണം, ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ എവിടുന്നാ വരുന്നത്? ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എന്താണ് ഈ വരവിന്റെ, എന്താണ് ഈ പോക്കിന്റെ ഇടയിലുള്ള കാലഘട്ടത്തിലെ എന്റെ പദ്ധതി? എന്റെ സംസാരം കേൾക്കുന്ന പൊട്ടുതൊട്ട ഹിന്ദുവും കഴുത്തിൽ കുരിശു തൂക്കിയ ക്രിസ്ത്യാനിയും ഇസ്ലാമിന്റെ വേഷമെന്ന ഭാവേന തലയിൽ തൊപ്പി ധരിച്ചത് ചിഹ്നമായി പരിഗണിക്കുന്ന മുസ്ലിങ്ങളും ഒക്കെ ഓരോരുത്തരും സ്വയം ചോദിക്കുക, ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എങ്ങോട്ട് പോകുന്നു? എന്താണ് എന്റെ പദ്ധതി? എന്താണ് എന്റെ പരിപാടി? ഒരിക്കൽ പോലും ചോദിക്കാത്ത ചോദ്യം. ജീവിതത്തിലെ 100 കണക്കിന് കാര്യങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട് നമ്മൾ, അസ്വസ്ഥരായിട്ടുണ്ട് നമ്മൾ, ആശങ്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ. ഞാൻ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം മനസ്സിലേക്ക് ആഴ്ന്ന് തറച്ച് നിശബ്ദനായി ആലോചിച്ച് ഉത്തരം തേടിയ ഒരു നിമിഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ പറയുന്നു, ലോകത്ത് പിറന്നു വീണ, ലോകത്ത് പിറക്കാനിരിക്കുന്ന കോടികൾക്കൊരു കോമൺ അഡ്രസ് ഉണ്ട്. ആ കോമൺ അഡ്രസ് ശുക്ലങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെട്ട ബീജഗണം എന്നായിരുന്നു അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞപ്പോൾ അത് ഗുണമായി രൂപാന്തരപ്പെട്ട് സിക്താണ്ഡമായി പരിവർത്തിക്കപ്പെട്ട് അത് എല്ലാ ഈ രൂപം പ്രാപിച്ച് അതിൽ മാംസമായി രൂപാന്തരം പ്രാപിച്ച് അതിൽ കണ്ണു വരച്ച്, കാലു വരച്ച്, കൈ വരച്ച്, കാതു വരച്ച്, കിഡ്നി സൃഷ്ടിച്ച് മനുഷ്യ കുഞ്ഞെന്ന് പേര് കൊടുത്ത് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന്റെ മുൻപ് എല്ലാവർക്കും കോമൺ അഡ്രസ് ആണ്. ആർക്ക്? ഇന്ത്യയിലെ ലോകത്തെ സമ്പന്നന്മാരുടെ ലിസ്റ്റിലെ അംബാനി സഹോദരങ്ങൾക്കും തെരുവിലുറങ്ങുന്ന പട്ടിണി പാവങ്ങളായ സഹോദരങ്ങൾക്കും ഒരു കോമൺ അഡ്രസ് ഉണ്ട്. ബീജം എന്ന അഡ്രസ് ഒരു കോമൺ അഡ്രസ് ഉണ്ട്. സിക്താണ്ഡം എന്ന അഡ്രസ് ഒരു കോമൺ അഡ്രസ് ഉണ്ട്. കൈക്കുഞ്ഞെന്ന അഡ്രസ്, അല്ലെ? ഊരും പേരും നാടും അറിയാത്ത ഒരു കാലഘട്ടം. ഇവിടെ
ഇവിടെ ഉജ്ജ്വലമായ ആഘോഷങ്ങളിൽ കഴിഞ്ഞ് ആർത്തുല്ലസിക്കുന്ന നൈറ്റ് ക്ലബ്ബുകളിൽ നൃത്തം ചവിട്ടുന്ന, ഇവിടുത്തെ അധർമ്മങ്ങളുടെ നൃത്ത ചുവട്ടുകളിൽ ജീവിക്കുന്ന, വൈകുന്നേരങ്ങളിലെ നൃത്ത ചുവടുകളിൽ ജീവിക്കുന്ന ആളുകൾക്കും, മരണം കാത്തികിടക്കുന്ന മരുന്നു മണക്കുന്ന റൂമുകളിൽ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് പോകുന്നവർക്കും ജീവിതത്തിന്റെ രണ്ടറ്റാണിത്. ഇവർക്കൊക്കെ ഒരു കോമൺ അഡ്രസ് ഉണ്ട്. ആ കോമൺ അഡ്രസ് മുതൽക്കാണ് യാത്ര ആരംഭിക്കുന്നത്. പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ താഴെ വീഴുന്നു. ആ വീഴുന്ന തേങ്ങ താഴെ വീഴുന്നത് തേങ്ങയുടെ അനുവാദത്തോടു കൂടെയല്ല. ആ തേങ്ങ സൃഷ്ടിക്കപ്പെടുന്നത് തേങ്ങയുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ല. ആ തേങ്ങ താഴെ വീണാൽ അത് വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം ചുഴികൾ കടന്ന്, പാലങ്ങൾ കടന്ന്, കടവുകൾ കടന്ന്, കാഴ്ചകൾ കടന്ന് വെള്ളത്തിലൂടെ താഴോട്ടൊഴുകി വരും പോലെ പിതാവിന്റെയും മാതാവിന്റെയും ജീവിതത്തിലെ ഒരു മനോഹര നിമിഷത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര എവിടെയോ അവസാനിക്കും സുഹൃത്തുക്കളെ. ഇതിനിടയിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നതിന് ശേഷം നമ്മൾ ഇടുന്ന ഒരു ചെറിയ ഹൈഫൺ ഉണ്ട്. ആ ഹൈഫൺ ഹിന്ദുവിനുണ്ട്, ആ ഹൈഫൺ മുസ്ലിമിനുണ്ട്, ആ ഹൈഫൺ ക്രിസ്ത്യാനിക്കുണ്ട്, മുസ്ലിം സംഘടന ഉൾപിരിവുകൾക്കിടയിൽ ജീവിക്കുന്നവർക്കുണ്ട്. ആ ഹൈഫന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, അതിനൊരു ലാസ്റ്റ് ടൈം ഉണ്ട്, അതിനൊരു ലാസ്റ്റ് സെക്കൻഡ് ഉണ്ട്, അതിനൊരു ലാസ്റ്റ് ഡേ ഉണ്ട്. എവിടെ, എങ്ങനെ, എപ്പോൾ, എന്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കേണ്ടുന്ന ഗൗരവതരമായ ഒരു ചോദ്യമാണിത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശഅ റക്കബക. എന്താ? അവനാണ് നിന്നെ ശരിപ്പെടുത്തിയവൻ, അവനാണ് നിന്നെ ക്രമീകരിച്ചവൻ, അവനാണ് ഘട്ടം ഘട്ടമായി നിനക്ക് രൂപഭാവനകൾ നൽകിയവൻ. ആ റബ്ബിനെ തിരിച്ചറിയാന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബാധ്യത. ആ റബ്ബ് ആരാണ് സുഹൃത്തുക്കളെ? ആ റബ്ബ് വിഗ്രഹമാണോ? ആ റബ്ബ് കുരിശാണോ? ആ റബ്ബ്, ആ സൃഷ്ടാവ് അവൻ ജാരങ്ങളാണോ? അത് ശ്രീകൃഷ്ണനാണോ? അത് ശ്രീരാമനാണോ? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണോ? ആത്മാർത്ഥമായിട്ട് നമുക്ക് ചോദിക്കാം. ഇതൊരിക്കലും വർഗീയതയുടെ ചോദ്യമാകൂല. ഞാൻ പറയുന്ന ബാക്കി ഭാഗങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുക. എപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 മില്ലിമീറ്റർ മാത്രം വ്യാസമുള്ള കണ്ണ് എന്ന അവയവത്തിലൂടെ ലോകത്തിന്റെ മഹാകാഴ്ചകളെ സൃഷ്ടിച്ചയാൾ ശ്രീകൃഷ്ണനാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ മുമ്പ് ജനിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണുകൾ 2 മില്ലിമീറ്റർ മാത്രം വിസ്തീർണമുള്ള കണ്ണിലൂടെ ലോകത്തെ സർവ്വതും കാണാവുന്ന മനുഷ്യനെന്ന ആ മനുഷ്യവർഗത്തിന്റെ കണ്ണിനെ സൃഷ്ടിച്ചാൽ ശ്രീകൃഷ്ണനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പുള്ളവരുടെ കണ്ണ് ആര് പടച്ചു? പ്രിയപ്പെട്ടവരെ, ആര് പടച്ചു? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ പ്രവാചകന് മുൻപുള്ളവർക്ക് അത് ആര് പടച്ചു കൊടുത്തു? മഹാനായ ഈസാ നബി അലൈഹി സ്വലാം, യേശു ക്രിസ്തുവാണെങ്കിൽ, ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ, ജീസസ് ക്രൈസ്റ്റിന്റെ മുമ്പുള്ളവർക്ക് ആരത് പടച്ചു കൊടുത്തുവെന്നത് ആലോചിക്കേണ്ടതാണ്. ആ കണ്ണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി കൺപോളകൾ, ആ കണ്ണിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പുരികങ്ങൾ, ആ കണ്ണിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി നോക്കൂ നിങ്ങൾ കണ്ണീർ കണങ്ങൾ ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ണിൽ പൊടി പിടിച്ചാൽ പെട്ടെന്ന് കണ്ണ് വെള്ളം ഒഴുകി വരുന്നു. എന്തുപറ്റി? ആ പൊടി ക്ലീൻ ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുത്തതാണ്. ആരാണ് ഈ ഡയറക്ഷൻ കൊടുക്കുന്നത്? ദുഃഖിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഇറ്റി വീടുന്ന, സന്തോഷത്തിന്റെ ആഘോഷ നിമിഷങ്ങളിൽ വരുന്ന കണ്ണീർ കണങ്ങളുടെ ആ സൃഷ്ടാവാരാണ്? അത് ശ്രീകൃഷ്ണനാണോ? അല്ല. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശഅ റക്കബക. ഒരു സംശയമല്ല, അവനാണവൻ, ആ സൃഷ്ടാവ്. അതാരാ? റബ്ബാണ് പ്രിയപ്പെട്ടവരെ, അവനാണ് റബ്ബ്. മനുഷ്യന്റെ കണ്ണിൽ ഒരു ചെറിയ സ്പേസ്, ലെൻസ് എന്ന സ്പേസ്. എന്താ? പ്രകാശകിരണങ്ങൾ വരുന്നു, റെറ്റിനെ അതിനെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. ആരാ? റെറ്റിനയെ പടച്ചത് ശ്രീകൃഷ്ണനാണോ? റെറ്റിനയെ പടച്ചത് ശ്രീരാമനാണോ? റെറ്റിനയെ പടച്ചത് യേശു ക്രിസ്തുവാണോ? റെറ്റിനയെ പടച്ചത് കന്യാമറിയമാണോ? റെറ്റിനയെ പടച്ചത് മുഹയ്യിദ്ദീൻ ശൈഖാണോ? റെറ്റിന സൃഷ്ടിച്ചത് സുഹൃത്തുക്കളെ പ്രകാശകിരണങ്ങളെ ക്രമീകരിക്കുന്ന റെറ്റിന സൃഷ്ടിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണോ? മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന 3/4 കോടി ദൈവങ്ങളാണോ? മാർക്കറ്റിൽ നിന്ന് 500 രൂപക്ക് വാങ്ങി 5000ന്റെ കടക്കഥകൾ പറയുന്ന പൂജാമുറിയിലെ വിഗ്രഹമാണോ? മനുഷ്യ ദൈവങ്ങളാണോ? ആരാണ് ഇതിനെ പടച്ചത്? ആ ദൈവം. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. സൃഷ്ടിച്ചു, അവൻ നിന്നെ സംവിധാനിച്ചു, അവൻ നിന്നെ ക്രമീകരിച്ചു, ഘട്ടം ഘട്ടമായി അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തി. മനുഷ്യന്റെ മസ്തിഷ്കം 1.3 കിലോഗ്രാം മാത്രം വ്യാസമുള്ള വ്യാപ്തിയുള്ള
ഒരു പ്രൈറ്റ് ഫാമിലി ബോട്ടിലിന്റെ അത്രമാത്രം ഉള്ള മനുഷ്യന്റെ തലച്ചോറ്, അതിന്റെ ഉള്ളിലുള്ള ഞരമ്പുകളുടെ ദൂരം 640 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന രക്തക്കുഴലുകൾ മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലുണ്ട്. തലയോട്ടിക്കുള്ളിലെ ഒരു ചെറിയ സാധനം, 1.3 കിലോഗ്രാം മാത്രം വെയിറ്റ് ഉള്ള സാധനം, അതിന്റെ ഉള്ളിൽ എത്ര ഉണ്ട് ശരിക്ക് കേൾക്കുക, എത്ര? 640 കിലോമീറ്റർ. അതിലെ ആ രക്തക്കുഴലുകളെ നിവർത്തി വെച്ചാൽ അതിനത്ര വിസ്തീർണമുണ്ടെന്നാണ്. കോഴിക്കോട് മുതൽ ചെന്നൈ വരെയുള്ള ദൂരം ആരാ? ശ്രീകൃഷ്ണനാണോ പഠിച്ചത്? ശ്രീരാമനാണോ പഠിച്ചത്? യേശു ക്രിസ്തുവാണോ പഠിച്ചത്? കന്യാമറിയമാണോ പഠിച്ചത്? അമ്മയും ബാവയും ബീവിയും ദൈവവും ആൾത്താരയും ആൾ ദൈവവും ശേഖന്മാരും ജാരങ്ങളുമാണോ പഠിച്ചത്? ആണോ മനുഷ്യരെ? 640 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന നാടിഞ്ഞരമ്പുകളെ പഠിച്ച മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ വിട്ടിട്ട് കയ്യിൽ ഏലസും കെട്ടി ഉസ്താദ് എഴുതി തന്ന ഉറുക്കും കെട്ടി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറിയിരിക്കുന്നു എന്ന് വിചാരിച്ച് കിടക്കാൻ ഉറങ്ങുന്ന മനുഷ്യരെ, ഈ 640 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് ഒരു സൂചിമുനയുടെ അത്ര ഭാഗത്തൊരു ദ്വാരം വീണാൽ കണ്ണും മലക്കും, വായ പൊളിക്കും, അല്ലെ? മുഖം കുത്തി വീടും, മയ്യത്ത് എന്ന് ജനം പിന്നെ വിളിക്കും, SMS പറക്കും, ICUവിലേക്ക് തിരക്ക് പിടിച്ച റോട്ടിലൂടെ സൈറണുകൾ മുഴക്കി പോകും. എത്ര വേണം പഠിച്ചോന്? എത്ര വേണം? ഒരു സൂചിമുനയുടെ അത്ര ദ്വാരം വീണാൽ സംഭവിക്കുന്ന കാര്യ. ആരാ അതിനെ ക്രമീകരിച്ചത്? ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ഇതിനെ ക്രമീകരിച്ചത് സൂര്യനെ ആരാണോ സൃഷ്ടിച്ചത് ആ സൂര്യന്റെ ദൈവം, ചന്ദ്രനെ ആരാണോ സൃഷ്ടിച്ചത് ആ ചന്ദ്രന്റെ ദൈവം, ആകാശത്തെ അതിൽ അത്ഭുത കാഴ്ചകളെ, കടലിനെ, കാടിനെ, കാട്ടാനയെ, കാട്ടരുവിയെ, സർവ്വതിനെയും പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാൻ. വളരെ എളുപ്പ, ധൈര്യമായിട്ട് പറയാ. എന്നോട് ചോദിക്കാൻ ഒരാള്, ആരാ നിന്റെ ദൈവം? പൂമ്പാറ്റയെ പടച്ച ദൈവം. ശ്രീകൃഷ്ണന്റെ മുമ്പ് പൂമ്പാറ്റുണ്ട്, ശ്രീരാമന്റെ മുമ്പ് പൂമ്പാറ്റയുണ്ട്. മൊഹീദ്ദീൻ ശൈഖിന്റെയും റിഫായി ശൈഖിന്റെയും ലോകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തുന്ന പച്ച പുതച്ച കൊടിപറക്കുന്ന അധർമ്മങ്ങളുടെ കൂടാരങ്ങൾക്കു താഴെ അപേക്ഷ പൂരിപ്പിച്ച് കാത്തു നിൽക്കുന്ന മുസ്ലിം ബഹുജനമേ, ചിന്തിക്കുക. ആരാണ് ഈ മസ്തിഷ്കത്തെ ക്രമീകരിച്ചത്? മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ മനുഷ്യന് സെൻസ് കൊടുക്കുന്ന, തിരിച്ചറിവ് കൊടുക്കുന്ന, കാഴ്ചപ്പാട് പകരുന്ന ന്യൂറോണുകൾ 10 കോടി ന്യൂറോണുകൾ ഇത്ര പോന്നൊരു സ്പേസിൽ അതുണ്ട്. ഈ പറയുന്ന ഈ രക്തക്കുഴലുകൾക്ക് പുറമെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ദൃഷ്ടാന്തം ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. ഇനി വേണോ? ഇനിയും മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒന്നാമത്തെ ബാധ്യത നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയലാണ്. ഒന്നുകൂടി ഖുർആൻ ആ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിനെയും ഇണകളായി പടച്ചവനാണ് എന്റെ റബ്ബ്. മോഡേൺ സയൻസ് കണ്ടെത്തി കരിങ്കല്ലിന് പോലും ഇണകളുണ്ട്. ആൺകരിങ്കല്ലും കരിങ്കല്ലും ഉണ്ട്. ഇണയില്ലാത്ത ഒന്നും സൃഷ്ടി ലോകത്തില്ല. എങ്ങനെ ഇത് ഇത്ര ഷാർപ്പായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പറയാൻ സാധിച്ചു? സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദ്യോഗികമായ പഠനങ്ങൾക്കോ അനൗദ്യോഗികമായ അക്ഷര പഠനങ്ങൾക്കോ കഴിയാത്ത പ്രവാചക തിരുമേനി തനിക്കു വേണ്ടി തയ്യാറാക്കുന്ന കത്തിൽ അതിൽ അവസാനത്തെ സ്ഥലത്ത് ഞാൻ ഇവിടെ ഒപ്പുവെക്കണമെന്ന് ചോദിച്ച് ഒപ്പുവെച്ച പ്രവാചക തിരുമേനി ആട്ടിടയനായി ജീവിക്കേണ്ടി വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞു? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, സർവ്വതിനെയും അല്ലാഹു റഹ്മാൻ റബ്ബ് പടച്ചവൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇണകളായി പടച്ചിരിക്കുന്നു. അവ സർവ്വതിനെയും ഇണകളായി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് റബ്ബിനെങ്ങനെ പറയാൻ സാധിച്ചു? അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആൻ അത് ദൈവികമാണെന്ന്, അത് ആകാശത്ത് നിന്ന് വന്നതാണെന്ന്, ദൈവികമാണെന്ന് ലോകത്ത് അവകാശപ്പെട്ട ഏക വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ദൈവികമാണെന്ന് ലോകത്ത് അവകാശപ്പെട്ട ഏക വേദഗ്രന്ഥം നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളെന്ന് വിശദീകരിക്കപ്പെടുന്നവയിൽ ഏകമായത് അതേതു മാത്രാണ്? വിശുദ്ധ ഖുർആൻ മാത്രാണ്. വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് കേവല അവകാശവാദമല്ല. അവകാശവാദത്തിന് എന്റെ എവിഡൻസ് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ല. ലബോറട്ടറികളും ടെലസ്കോപ്പുകളും
അതേപോലെ മനുഷ്യന്റെ അന്വേഷണത്തിന്റെ ഗവേഷണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്നും ഇല്ലാത്ത മോഡേൺ സയൻസ് എന്ന ടെർമിനോളജി, അല്ലെങ്കിൽ സയൻസ് എന്ന ടെർമിനോളജി പോലും രൂപാന്തരം പ്രാപിച്ചിട്ടില്ലാത്ത കാലത്ത് മുഹമ്മദ് എന്ന 4-5 അക്ഷരങ്ങൾ എഴുതാൻ കഴിയാത്ത പ്രവാചക തിരുമേനിക്ക് ഇത് പറയാൻ സാധിച്ചത് ആറ്റം മുതൽ ആര വരെയുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ ദൈവം അത് പറഞ്ഞെടുത്തതുകൊണ്ടാണ്. കൂടുതൽ നിങ്ങൾ പഠിക്കുക, കൂടുതൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പഠിക്കുക. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയ പ്രയോഗങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്താ വിശുദ്ധ ഖുർആൻ മുമ്പത്തെ ലോകത്തെ വിശ്വാസം എന്താണ്? ഇവിടുത്തെ ശാസ്ത്ര ലോകം വിശ്വസിച്ചത് പുരുഷന്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒരു കുഞ്ഞിന്റെ രൂപം പ്രവേശിപ്പിക്കപ്പെടുന്നു. ആ കുഞ്ഞിന്റെ രൂപം കണ്ണും കാതുമുള്ള രൂപത്തിന് വളർന്നു വലുതാകാനുള്ള ഫാം ഹൗസ് ആണ് എന്ത് യൂട്രസ്, ഗർഭാശയം എന്ന് വിശ്വസിപ്പിച്ചിരുന്ന കാലത്ത് ഖുർആൻ തിരുത്തി. എന്താ ഖുർആൻ തിരുത്തിയത്? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന, അവൻ തെറിച്ചു വീണ ശുക്ലത്തിലെ ഒരു കണമായിരുന്നില്ലേ, ഒരു കേവല കണമായിരുന്നു അവൻ. സിമ്പിൾ സിമ്പിൾ. 10,000 ആർത്ത് വിളിക്കുന്ന ഗാലറിക്ക് മധ്യത്തിൽ തന്റെ 100ാം സെഞ്ചുറിയിലേക്ക് നടന്നു നീങ്ങുന്ന സച്ചിൻ ടെണ്ടുൽക്കറും ആകാശത്തെ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ പരീക്ഷണം മംഗളയാന്റെ സിച്ചോൺ നിർവഹിച്ച ശാസ്ത്രകാരനും ഇന്ത്യയിലെ തെരുവുകളിൽ, ഇന്ത്യയിലെ ചേരികളിൽ ജീവിക്കുന്ന ഒരു നേരത്തെ അന്നമില്ലാതെ വയറ്റത്തടിച്ച് കരയുന്ന പാവങ്ങളും ഇവിടുത്തെ ഡയാലിസിസ് സെന്ററുകളിൽ, ക്യാൻസർ സെന്ററുകളിൽ മരണം കാത്തികിടക്കുന്ന പാവങ്ങളും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഒരാൾക്ക് പോലും അറിയാത്ത ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ പ്രതിസന്ധി അനുഭവിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ഇന്ത്യക്കാരുമൊക്കെ അല്ലാത്തവരുമൊക്കെ തെറിച്ചു വീണ ബീജഗണങ്ങളിലെ ഒരു സിമ്പിൾ സാധനം മാത്രമായിരുന്നു. അല്ലാതെ മൊത്തൊന്നിച്ച് പ്രവേശിക്കണില്ല. ശുക്ലം മൊത്തം ഘനീഭവിച്ചിട്ടല്ല ഇത് സംഭവിക്കുന്നത്. ഖുർആന്റെ ക്ലാരിറ്റി 2. ഖുർആൻ പറഞ്ഞു എന്ത് സംഭവിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ ഈ വിഷയം പറയുന്നിടത്ത് അലക്കത്തിനെ പറ്റി പറഞ്ഞു. എന്താ അലക്കത്ത്? ഒട്ടിപ്പിടിച്ചൊരു സാധനം എന്ന അലക്കത്തിന്റെ അർത്ഥം. ഒട്ടിപ്പിടിച്ച സാധനം, അട്ട. അലക്കത്തിന്റെ ഗർഭാശയത്തിൽ 7th days കഴിയുന്നത് മുതൽ ആരംഭിക്കുന്ന രൂപപരിണാമങ്ങൾ അത് മൈക്രോസ്കോപ്പിക് ക്യാമറകൾ വഴി യൂട്രസിന്റെ 3 ഇരുണ്ട അന്തർഭാഗങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തതിന്റെ രൂപവും അതേപോലെ തന്നെ എന്താ അട്ടയുടെ രൂപവും ഒരുപോലെ ഇരിക്കുന്നു അല്ലെ? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല. മുളക എന്താ? ചവച്ചരക്കപ്പെട്ടത്. ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് പല്ലിന്റെ ഈ ഭാഗം കൊണ്ട് കടിച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയാണ് ആ സ്റ്റേജ്. ഈ പദപ്രയോഗങ്ങൾ പോലും തെറ്റാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതെന്തുകൊണ്ട് പറയാൻ സാധിച്ചു? ആകാശത്തുനിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരെ 10,760 വീടുകൾ തൃശൂർ ജില്ലയിലെ കൊച്ചന്നൂരിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഹൈന്ദവ സുഹൃത്തുക്കളുടെ, ക്രൈസ്തവ സുഹൃത്തുക്കളുടെ, മുസ്ലിം സുഹൃത്തുക്കളുടെ വീടുകൾ കയറാൻ അവർക്ക് മനക്കരുത്തു കൊടുത്ത ശക്തി ഇത് ഞങ്ങളുടെ മന്ത്രങ്ങളിൽ, ജപങ്ങളിൽ, പ്രാർത്ഥനകളിൽ ഉയരേണ്ട ഒന്നല്ല. ഇത് മാനവതയുടെ, മനുഷ്യരാശിയുടെ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഗ്രന്ഥാണ്. സമഗ്രമായ ഉപദേശം ഒന്നും ഒഴിവായി പോയിട്ടില്ല. അത് പഠിപ്പിച്ച പ്രവാചകനോ അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയില്ല, അല്ലേ? അദ്ദേഹം ജീവിതത്തിന്റെ പച്ചയായ എല്ലാ മേഖലകളെയും കൈവച്ചു. യേശുക്രിസ്തു അദ്ദേഹം വിവാഹിതനല്ലെന്നും ആ വിവാഹിതനല്ലാത്ത യേശുക്രിസ്തു അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചവനാണെന്നും ഒക്കെ ഒരേ സമയത്ത് വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള റോൾ മോഡലാകാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടാകൂല, അല്ലെ? ഇവിടെ ഓരോരുത്തരെടുത്ത് പരിശോധിക്കുമ്പോഴും പ്രവാചക തിരുമേനി എല്ലാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയ നേതാവായിരുന്നു, രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, പരസ്പരം തമ്മിലടിക്കുന്ന മനുഷ്യരെ ഒന്നിച്ചിരുത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന പരിഹർത്താവായിരുന്നു. രോഗത്തിന്റെ പീഡകൾ അനുഭവിക്കുന്ന രോഗികളുടെ അരികിൽ ചെന്ന് സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ വരികളിലൂടെ, സ്റ്റീറോയിഡുകളും പെയിൻ കില്ലറുകളും ഇല്ലാത്ത കാലത്ത്, ഇഞ്ചക്ഷനുകളും വേദനാ സംഹാരികളും ഇല്ലാത്ത കാലത്ത് അവർക്ക് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും സമാശ്വാസം പകർന്ന ആളായിരുന്നു. ഗ്രൈൻഡർ ഇല്ല, മിക്സി ഇല്ല, ഫോണില്ല, എന്താ ഫേസ്ബുക്കില്ല, ട്വിറ്റർ ഇല്ല, വാട്സപ്പ് ഇല്ല, ബൈക്കില്ല, ലോറിയില്ല, സൂപ്പർ സോണിക് വിമാനങ്ങളില്ല,
ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമയം കിട്ടി. എവിടെ ഇടപെടാതിരുന്നിട്ടില്ല? എവിടെയും അല്ലേ? കേരള സർക്കാർ മദ്യനിരോധനത്തിന്റെ വളരെ ശക്തമായ തീരുമാനമെടുത്തിരിക്കുകയാണ്. തീർച്ചയായും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ബിഗ് സല്യൂട്ട്, ധാർമ്മികമായ വളരെ ശക്തമായ പിന്തുണയറിയിക്കുന്ന സല്യൂട്ട് ഞങ്ങൾക്ക് കേരള സർക്കാരിന് നൽകാൻ കഴിയും. എന്തുകൊണ്ട് ഇത് ധീരമായൊരു തീരുമാനമാണ്. ഈ തീരുമാനത്തെ ഇവിടുത്തെ മതസംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഏറ്റെടുക്കുമ്പോൾ തന്നെ തീരുമാനം നടപ്പിലാകണമെങ്കിൽ ഇത് ജനങ്ങളുടെ കയ്യടി, ജനങ്ങളുടെ ബിഗ് സല്യൂട്ട്, ആശംസാ വാചകങ്ങൾ എന്നതിന്റെ അപ്പുറത്ത് ഇതിന് ലക്ഷ്യമുണ്ടെങ്കിൽ മദ്യം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ മോഹത്തെ ചികിത്സിക്കാൻ തയ്യാറാകണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയിൽ മദ്യനിരോധനം നടപ്പിൽ വരുത്തിയപ്പോ ആ ഓർഡിനൻസ് അദ്ദേഹത്തിന്റെ തന്നെ ഭരണകാലത്ത് സൈനിക നടപടികളിലൂടെ അത് നിഷ്കാസനം ചെയ്ത് അമേരിക്കയിലെ ജയിലുകൾ നിറക്കപ്പെടുന്ന ഒരു ഘട്ടം വരുന്നിടത്തേക്ക് വരെ ചെന്ന് അവസാനം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രമാണ് ഇന്നും അമേരിക്ക, അല്ലേ? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സ്വപ്നം എന്താ? മദ്യമില്ലാത്ത ഇന്ത്യ. വൈകുന്നേരങ്ങളിൽ മദ്യപിച്ചെത്തുന്ന ഭർത്താവിന്റെ അച്ഛന്റെ സഹോദരന്റെ ചവിട്ടേറ്റി കരയുന്ന പെൺകുട്ടികളില്ലാത്ത ഇന്ത്യ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന വിയർപ്പിന്റെ തുള്ളി, അത് ഒരിക്കലും ഒരു കേവലാസ്വാദനത്തിന് വേണ്ടി വലിച്ചെറിയാത്ത യുവത്വങ്ങൾ സൃഷ്ടിക്കപ്പെടാത്ത ഇന്ത്യ. അതാണ് ഗാന്ധിജിയുടെ സ്വപ്നം. പക്ഷേ നടന്നോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒരു മദ്യം വിൽക്കുന്ന ഒരു സ്ട്രീറ്റ് തന്നെ എന്ന് മദീനയിലെ ആ ഖുർആൻ ക്ലാസ്സിലെ ആയത്ത് പഠിച്ചെത്തിയ ഒരു കുട്ടി ഓതിയപ്പോ എന്തുകൊണ്ട് മദ്യചഷകങ്ങൾ വലിച്ചെറിയപ്പെട്ടു? എന്തുകൊണ്ട് കഴിച്ച മദ്യം വായിൽ കൈയിട്ട് ഛർദിച്ചു? അതിനൊരു കാരണമുണ്ട്. അത് ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് പരസ്പരം വാരിപ്പുണർന്ന് മീഡിയ കോൺഫറൻസുകൾക്ക്, പ്രസ് കോൺഫറൻസുകൾക്ക് നേതൃത്വം നൽകി ചരിത്ര തീരുമാനമെടുത്ത ഭരണാധികാരികളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്. മദ്യപാനിക്ക് ഒരു മോഹ മനസ്സുണ്ട്, നേരമാകുമ്പോൾ കുടിക്കാനുള്ള മനസ്സ്. ആ മനസ്സിനെ ചികിത്സിക്കാൻ ഇവിടുത്തെ പാഠ്യപദ്ധതികളിൽ, ഇവിടുത്തെ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. സാമൂഹിക ക്ഷേമ വകുപ്പ് എന്താ? പാവങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ ഹാർമോണിയവും സംഗീതവും ഗാനാലാപനങ്ങളുമായി മാത്രം നടക്കേണ്ടവരല്ല, മറിച്ച് സമൂഹത്തിന്റെ പച്ചയായ പൾസിനെ, മനുഷ്യന്റെ മസ്തിഷ്കത്തെ, ഹൃദയത്തെ, അവന്റെ സ്വഭാവത്തെ, അവന്റെ സംസ്കാരത്തെ കൃത്യമായി ക്രമീകരിക്കാവുന്ന അജണ്ടകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് പ്രവാചക തിരുമേനിക്ക് അത് സാധിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവത്തിന്റെ ദൂതനായതുകൊണ്ടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവത്തിന്റെ ദൂതനായതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ മാർഗദർശനങ്ങൾ പലപ്പോഴും ആരും പ്രൊജക്ട് ചെയ്യാറില്ല. എന്താ? അനാഥനായ കുട്ടിയുടെ മുന്നിൽ നിന്റെ മോനെ നീ ലാളിക്കരുത്, അവനെ നീ സ്നേഹം കൊണ്ട് വാരി പുണരരുത്. കാരണം അനാഥനായ കുട്ടി കീറക്കുപ്പായത്തിൽ നിന്ന് അവന്റെ മനസ്സ് പിന്നെയും കുറെ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കും. അവിടെ സ്വന്തം വീട്ടിൽ തനിക്ക് ഓർമ്മ വരും മുമ്പ് ഫ്രീസറിൽ കിടക്കുന്ന ഉപ്പയുടെ ബോഡി, ഉമ്മ വെക്കാൻ പോലും അറിയാത്ത തന്റെ ചുണ്ടും മൂക്കും ഉപ്പയുടെ മുഖത്ത് നെഞ്ചത്ത് ചേർത്ത് വെച്ച് ഉമ്മ വെച്ച്, നിന്റെ ഉപ്പച്ചി പോയി, ഇനി നിന്റെ ഉപ്പച്ചി നിനക്ക് പിന്നെ മധുരമിഠായും കൊണ്ട് വരില്ല എന്ന് പറയുന്ന ആ ഒരു ഓർമ്മകളിലേക്ക് അവൻ പോകും. അവന്റെ മനസ്സ് നോവിക്കും. അതിനൊരു മുസ്ലിം എന്തു മനസ്സിലാക്കണം? ആശുപത്രി കൗണ്ടറിൽ, പബ്ലിക് സ്ഥലത്ത് സ്വന്തം മക്കളെ ഓമനിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന മെസ്സേജ് നമുക്ക് കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവൻ വിശ്വാസം പൂർത്തീകരിച്ചവനല്ല. അയൽവാസിയുടെ സ്റ്റോർ റൂമിലെ അരിയുടെയും, അയാളുടെ സ്റ്റോർ റൂമിലെ മുളകിന്റെയും, അയാളുടെ സ്റ്റോർ റൂമിലെ മല്ലിയുടെയും അളവറിയേണ്ടവനാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ. പള്ളിമൂലയിൽ ഒരു പുസ്തകവും പിടിച്ചിരിക്കേണ്ടവനല്ല മുസ്ലിം. പള്ളിമൂലയിൽ പുസ്തകം പിടിച്ചിരിക്കുന്ന, വേദഗ്രന്ഥമെന്നും പാരായണം ചെയ്യുന്ന, സുജൂദിൽ കഴിയുന്ന, രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ, ലോകമുറങ്ങുന്ന രാവുകളിൽ നമസ്കരിക്കുന്ന മുസ്ലിം, അവന് കൂടുതൽ ഈ രംഗത്തിടപെടേണ്ടതുണ്ടാകും. ലോകമുറങ്ങുന്ന രാത്രിയിൽ സ്വന്തം അനുയായികളുടെ ക്ഷേമാന്വേഷണങ്ങൾ തേടി നടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും, വയോധികയായ സ്ത്രീയുടെ വീട്ടിലെ കരിച്ചാക്കുമേറ്റി നടന്നു നീങ്ങുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും
ചരിത്രം അക്ഷരാർത്ഥത്തിൽ സുന്ദരമായി നമുക്ക് മുന്നിൽ ചിത്രീകരിച്ചു തന്നിട്ടുണ്ട്. ആ മനസ്സുകൾ എവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്നത് നമ്മൾ അറിയേണ്ടതാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതയെ ഇത്ര മനോഹരമായി ലോകത്തിന്റെ മുൻപിൽ പഠിപ്പിച്ച വേദഗ്രന്ഥമോ പ്രവാചകനോ നമുക്ക് കാണുക സാധ്യമല്ല. എന്താ? അള്ളാഹുവോടുള്ള ബാധ്യത പറഞ്ഞതിന്റെ ശേഷം മാതാപിതാക്കളോടുള്ള ബാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവോടുള്ള ബാധ്യത പഠിപ്പിച്ചതിന്റെ തൊട്ട് ശേഷം മാതാപിതാക്കളോടുള്ള ബാധ്യതയെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ അവരോടുള്ള ബാധ്യത ഉമ്മ നമുക്ക് സുഖം തന്നെയല്ലേ എന്ന ചോദ്യത്തിലല്ല. എല്ലാ 10-ാം തീയതിയും ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു കൊണ്ടുവരുന്നതിലല്ല. ഉമ്മയുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് മുടിയിഴകളിലൂടെ കൈയിട്ട് പായിപ്പിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത് ഉമ്മച്ചിക്ക് എന്തു വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും എന്ന സ്നേഹപൂർണമായ സംസാരം അവരെ കൈത്തണ്ടയിലേക്ക് എടുത്ത് ചാരുകസേര മുറ്റത്തേക്ക് വെച്ച് കുരുവിയുടെ ശബ്ദം കേൾക്കുന്ന, കിളിനാഥങ്ങൾ കേൾക്കുന്ന മുറ്റത്ത് അവർക്ക് ഇരിക്കാനുള്ള ഇടം, കാറിൽ റൈറ്റ് സൈഡിലെ സീറ്റിൽ അവരെ ഇരുത്തി അവരെയും കൊണ്ട് അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കുള്ള യാത്ര. പ്രിയപ്പെട്ടവരെ, എൻലൈറ്റനിങ് കോൺഫറൻസിന്റെ ഈ വേദിയിൽ വെച്ച് തെറ്റുകൾ തിരുത്താൻ നമുക്ക് സാധിക്കണം. ഒരു കൊച്ചു കഥയുണ്ട്. എന്താ കഥ എന്നറിയോ? ഉമ്മ അവൻ ആത്മാർത്ഥമായി വളർത്തി, വലിയ സ്കൂളിൽ പഠിപ്പിച്ചു. ഒരു ദിവസം അവൻ ചോറ്റുപാത്രം മറന്നു വെച്ച അവനെ ചോറ്റുപാത്രവും കൊണ്ട് കീറിയ കുപ്പായമിട്ട ഉമ്മ പോവുകയാണ്. ഗേറ്റിന്റെ അടുക്കലെത്തി ആ ഗേറ്റിന്റെ ദ്വാരത്തിലൂടെ മോനു എന്ന് ഉറക്കെ വിളിച്ചു. മോൻ അടുത്തു വന്നു. ആ ചോറ്റുമതി കൊടുത്തപ്പോ മോനെ കഴിച്ചോ? മോൻ എന്തേ മറന്നു വെച്ചത്? അവൻ പിറുപിറുത്തു. എന്തിനാ ഉമ്മച്ചി ഇങ്ങോട്ട് പോകുന്നത്? അവന്റെ ഫ്രണ്ട്സ് ചോദിച്ചു, ആരാണീ ഒറ്റക്കണ്ണി? ആരാണീ കണ്ണുപൊട്ടി? അവൻ പറഞ്ഞു, അതെന്റെ സെർവന്റാണ്. നമുക്ക് മനസ്സിലായി എന്റെ മോൻ ഞാൻ വന്നത് ഇഷ്ടമായില്ല. അന്ന് അമ്മ ഒരു കുറിപ്പ് എഴുതി വെച്ചു, മോനെ നിനക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ നിന്റെ ഒരു കണ്ണ് നഷ്ടമായി. ആ നഷ്ടപ്പെട്ട കണ്ണ് ഞാൻ എൻ്റെ കണ്ണ് പകരം തന്ന് നിനക്ക് തന്നു. അതുകൊണ്ട് അമ്മ ഇനി ലോകത്ത് ജീവിക്കണമെന്നില്ല, ഉമ്മ ഇനി ലോകത്ത് ജീവിക്കണമെന്നില്ല. ഞാൻ മരിച്ചാലും ഓർമ്മകളിൽ ആ കണ്ണുണ്ടാകുമല്ലോ. ഇത് ഒരു ഉമ്മയുടെ മനസ്സിനെ പൂർണ്ണാർത്ഥത്തിൽ ചിത്രീകരിക്കാൻ ഒരുപക്ഷേ കൊണ്ടുവരപ്പെട്ട കഥയായിരിക്കാം. ഈ ആശയത്തെ അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ച മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് വിശാലമായ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന മാർഗദർശനങ്ങൾക്ക് ഇങ്ങനത്തെ മനുഷ്യപ്പറ്റുണ്ടാകുന്നത്. സക്കാത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ സക്കാത്ത്? എന്റെ സ്വത്തിൽ വിധവക്ക്, യതീമിന്, രോഗിക്ക് ബില്ലിംഗ് കൗണ്ടറിൽ അടക്കേണ്ട തുകക്കുള്ള 2.5% അധികാരം. അല്ലാതെ പണക്കാരന്റെ പടിവാതിൽക്കൽ പോയി പാവപ്പെട്ടവൻ പുഞ്ചപച്ച മടക്കി വാങ്ങുന്ന ചെറിയ 5 റുപ്യയും 10 റുപ്യ അല്ല സക്കാത്ത്. അവകാശം. ചെറ്റക്കുടിലിൽ കഴിയുന്നവന്റെ മേൽക്കൂരാക്കി റൂഫ്, അതിന് ഓടിടാനുള്ള പൈസ. അതുകൊണ്ട് ഞാൻ എന്നെ പറമ്പ് കച്ചവടം നടത്തിയാൽ, വീട് പണിത് ഉയർത്തിയാൽ തൗഫീഖ് ഉണ്ടാവില്ല. ലോകത്തെ ഇത് കൃത്യമായി മനുഷ്യപ്പറ്റുള്ള ഇത്തരം മാർഗദർശനങ്ങൾ പറയാൻ പറ്റിയത് ഇത് ദൈവത്തിന്റെ അജണ്ട ആയതുകൊണ്ടാണ്. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഈ മനുഷ്യപ്പറ്റുള്ള മനുഷ്യന് വേണ്ടി ഇറക്കപ്പെട്ട ആദർശം, ആദം അലൈഹിസ്സലാമയെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞ ആ ആദർശം, നിങ്ങൾ പോവുക, നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കുമെന്ന ആ ആദർശവുമായിട്ടാണ് വിസ്ഡം പ്രവർത്തകർ ഇറങ്ങുന്നത്. 30 ദിന പ്രവർത്തന പദ്ധതിയിൽ ആദ്യം നമ്മൾ ലോഞ്ച് ചെയ്തതാണ് ഞാൻ നേരത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ച വിസ്ഡം റൂട്ട്സിന് വിഭിന്നങ്ങളായ പദ്ധതികളുണ്ട്. റൂട്ട്സ് അതിന്റെ അടുത്ത പദ്ധതി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ലോഞ്ച് ചെയ്യുന്നു. അത് ദാവാ സ്കൂളുകളാണ്. എന്താ ദാവാ സ്കൂള്? മനുഷ്യപ്പറ്റുള്ള ആദർശം. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ ഭക്ഷണം കഴിച്ചാൽ അത് നിന്റെ വിശ്വാസത്തിൽ കുറവുകളുണ്ട്. കണ്ണും കാതും കൈയും കാലും കിഡ്നിയും ക്രമീകരിച്ച റബ്ബിനെ ആരാധിക്കണം. മദ്യം തിന്മകളുടെ മാതാവാണ്. തീവ്രവാദം പരിഹാരമല്ല. അനാഗതകളെയും അഗതികളെയും സംരക്ഷിക്കണം. പാവപ്പെട്ട കുഞ്ഞിന്റെ പെരുന്നാളാഘോഷത്തിന് ഒരു കുപ്പായത്തിന്റെ ചെലവ് നിങ്ങൾ കൊടുക്കണം. വിധവകൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കണം. പ്രവാചകൻ പഠിപ്പിച്ച ആ പ്രവാചകന്റെ വാക്കുകൾക്ക് ഖുർആനിന്റെ അതേ സ്ഥാനമുണ്ട്. തുടങ്ങിയ വിശാലമായ ആശയങ്ങൾ
ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കാനുള്ള സംവിധാനമാണ് ദഅവ സ്കൂൾ. കേരളത്തിൽ 31 കേന്ദ്രങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് തുടങ്ങാനിരിക്കുകയാണ്. ഓഗസ്റ്റ് 31-ന് റൂട്ട്സ് വകുപ്പിന്റെ ജില്ലാ കൺവീനർമാരുടെ പ്രത്യേക യോഗം അതിന് അന്തിമ രൂപം നൽകും. ഞാനിത് ഈ കാര്യം എന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് വെക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ പദ്ധതി ഉണ്ടാകണം. എത്തിസ്റ്റിനെ പോയി കാണണം. നമുക്ക് വിശാലമായ ആകാശം കണ്ടിട്ടും അവൻ പറയുന്നു ദൈവമില്ല എന്ന്. നോക്കൂ നിങ്ങൾ, തിരകൾ അടിക്കുന്ന സമുദ്ര തീരത്ത് എത്തുമ്പോഴും അവൻ പറയുന്നു ദൈവമില്ല എന്ന്. ഒരു ദിവസം 1,00,000 തവണ അവന്റെ ഒരു നിയന്ത്രണവുമില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കൊടുത്ത റബ്ബിനെ നിഷേധിച്ചുകൊണ്ട് അവൻ പറയുന്നു ദൈവമില്ല എന്ന്. അവന്റെ അടുത്ത് പോകുമ്പോ ഒരു സാധാരണക്കാരന്, അല്ലേ, 63 വയസ്സായ എന്റെ ഉപ്പക്ക്, എന്റെ മുന്നിലിരിക്കുന്ന 20-കാരന് എന്ന് വേണ്ട, എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ഉണ്ടാക്കുന്നു. ആ സിസ്റ്റത്തെ ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്. 31 കേന്ദ്രങ്ങൾ എന്നത് ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. അധ്വാനിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന, അത് ഒരു സൈഡാക്കി മാറ്റാത്ത കേരളത്തിലെ വിസ്ഡം പ്രവർത്തകരുടെ മേഖലാ സമിതികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എല്ലാ സ്ഥലത്തും തുടങ്ങണമെന്നില്ല. മര്യാദയ്ക്ക് ചിട്ടയിൽ ക്രമീകരിച്ച് അത് അവിടെ ആ സ്കൂൾ എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഒരു സംവിധാനമാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എനിക്ക് കിട്ടിയാൽ ഞാൻ എത്ര ശ്രദ്ധിക്കോ അതിലേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മാസത്തിൽ 3 മണിക്കൂർ എന്ന് വിചാരിക്കുന്ന പ്രവർത്തകരുള്ള പ്രദേശത്തേക്കാണ് ഇൻഷാ അല്ലാഹ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിശാലമായ ഇറങ്ങുകയാണ്. വിശാലമായ കേരളത്തിലെ മുഴുവൻ വീടുകളും എന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്ന് നമ്മളൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ലക്ഷ്യ പൂർത്തീകരണത്തിൽ സഹായിച്ചവർക്ക്, പിന്തുണ അറിയിച്ചവർക്ക്, പ്രാർത്ഥിച്ചവർക്ക് ഒക്കെ അർഹമായ പ്രതിഫലം ഉണ്ടാകും. നമുക്ക് ഒരുപാട് മെറ്റീരിയലുകൾ വേണം. വ്യത്യസ്തമായ ഡോക്യുമെന്ററികൾ ഇൻഷാ അല്ലാഹ് ഫീൽഡിൽ സജ്ജമായിരിക്കുകയാണ്. നമ്മളെ ഒരു സമയത്ത് ഫേക്ക് അജണ്ടകൾ കൊണ്ട്, ഒരിക്കലും ഇല്ലാത്ത അജണ്ടകൾ കൊണ്ട് നമ്മളെ ആക്ഷേപിച്ച്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരെന്ന് ആക്ഷേപിച്ച് തള്ളിപ്പുറത്താക്കിയവരോട് സമ്പൂർണമായ നസീഹത്ത് പാലിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ട ഡോക്യുമെന്ററി 1-ലധികം നമ്മുടെ കയ്യിൽ തയ്യാറായിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ജില്ലാ ഘടകങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കൈമാറും. നമ്മുടെ ബഹുമാന്യരായ ഖബറിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളോട് നസീഹത്തോടു കൂടെ അരുത് സഹോദര എന്ന് പറയാനുള്ള ഡോക്യുമെന്ററികൾ നമുക്ക് തയ്യാറായിരിക്കുകയാണ്. അവർക്കുള്ള പുസ്തകങ്ങൾ നമുക്ക് അടിക്കേണ്ടതുണ്ട്. അത്തരം ആളുകളുടെ മുഴുവൻ വീട്ടിലും, കേരളത്തിലെ എല്ലാ വീട്ടിലും എത്തിക്കേണ്ട വേറൊരു പുസ്തകം കൂടി വരുന്നു. ഒക്കെ ക്യാഷ് വേണം. അതുകൊണ്ട് ഒരു 5 ഉറുപ്പ്യെങ്കിലും കൊടുക്കാത്ത ഒരാൾ ഉണ്ടാകരുത്. എങ്ങനെ കൊടുക്കും? നിങ്ങളുടെ മണ്ഡലത്തിലെ പ്രവർത്തകരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഇതുമായി ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇടുക. കോടിക്കണക്കിന് കോപ്പികൾ ആവശ്യമുണ്ട്. ആരാത് കൊടുക്കുക? പൈസ തന്ന് നമ്മൾ പണിയെടുക്കാതിരിക്കലല്ല. എനിക്ക് 250 കോപ്പി വേണം, ഞാൻ ഒറ്റക്ക് കൊടുക്കും, ഞാനും എൻ്റെ മോനും കൊടുക്കും, ഞാനും എൻ്റെ അയൽവാസിയും കൊടുക്കും. ഞങ്ങൾക്ക് ശാഖയില്ല, പക്ഷേ ഞങ്ങൾ കൊടുക്കും. ഞങ്ങളതൊരു ടൂറിസ്റ്റ് ഏരിയയാണ്, അവിടേക്ക് ഇംഗ്ലീഷിലുള്ളത് വേണം, അല്ലേ? ഞങ്ങൾ കുമളിയിലാണ്, ഞങ്ങൾ മുന്നാറിലാണ്, അവിടെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്, അവർക്ക് ഞങ്ങൾ കൊടുക്കും. സ്ട്രീറ്റ് ദാവ പ്രവർത്തനങ്ങളെ കൂടി ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങൾ ഇതാ തയ്യാറായി ഉണ്ടാകും. ഞങ്ങൾക്ക് ഇത്ര കോപ്പി വേണം. അതിന്റെ ക്യാഷ് വിയർപ്പിൽ നിന്ന് എടുത്തു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. വിയർപ്പിൽ നിന്ന് എന്നാലെന്താ അറിയോ? അതിന്റെ ചെട്ട ചുളിയൂല. എനിക്കതാ പറയുള്ളത്. അത് മിമ്പറിന്റെ ചൂട്ടിൽ കിടക്കൂല, അത് ചെട്ട ചുളിയൂല. അത് എൻ്റെ PGയുടെ സർട്ടിഫിക്കറ്റിനെക്കാളും എൻ്റെ വിലപ്പെട്ട സമ്പാദ്യത്തെക്കാളും വലുതായി ഞാൻ കാണും. സഹോദരിമാരോടും പറയാണ്, അയൽപ്പക്കത്തുള്ള വീടുകളിലൊക്കെ നമുക്ക് അജണ്ടയുണ്ട്, അവരെ പോയി കാണേണ്ടതുണ്ട്. നമുക്കൊന്നും പറയാനറിയില്ല, ദാവാ സ്കൂളിൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ പറയാൻ കഴിയും എന്ന് പോയി വന്ന പല പ്രവർത്തകരും ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു അവരോട്, ഇങ്ങനെയാണ് പറഞ്ഞ അവസാനങ്ങൾ പറയും, പിന്നെ എനിക്കാണ് പറഞ്ഞ് പഠിഞ്ഞു, എനിക്ക് ശരിയായി. 3-4 പ്രവർത്തകർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ശരിയാണ് നിങ്ങളാ പറഞ്ഞത്, അല്ലേ? പഠിച്ചവൻ്റെ സഹായം നമുക്കുണ്ടാകും. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ സ്കോഡിനൊന്നും വന്ന കഴിയൂല. ഊമനി ആവശ്യമുണ്ട് സ്കോഡിന്. ഊമ ബധിരൻ, അയാളെ ആവശ്യമുണ്ട് സ്കോഡിന്. അയാളെ പണി എന്താ അറിയോ? ലഘുലേഖ പിടിക്കലാണ്, ഒന്ന് ചിരിച്ചെടുക്കലാണ്. അതിനെ ഇരട്ടി കൂലിട്ടു. വയസ്സായ ഒരാളാണോ? നിങ്ങൾക്ക് അധിക ദൂരം പറ്റൂലേ, കുറച്ചുള്ളൊരു സ്ഥലം എനിക്ക് തന്നാളി എന്ന് പറയാം. എന്നാലും നമ്മൾ ഓരോരുത്തരും പങ്കുചേർന്ന് ഇത് നമുക്ക് പൂർത്തീകരിക്കണം.
അത് പൂർത്തീകരിക്കണമെങ്കിൽ മുറിഞ്ഞിറങ്ങിയേ പറ്റൂ സുഹൃത്തുക്കളെ, മുറിഞ്ഞിറങ്ങിയേ പറ്റൂ. KM മൗലവി ആരംഭിച്ച ഈ യാത്ര, കേരളത്തിൽ സംഘടിതമായ യാത്ര, നമുക്ക് ഈ രാവ് തീരും മുമ്പ് ഒരുപാട് മയിൽക്കുറ്റികൾ സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് അപശബ്ദങ്ങളെ നിങ്ങൾ അവഗണിക്കുക. അപശബ്ദങ്ങളെ സമ്പൂർണമായി അവഗണിച്ച് അവരോട് പ്രതിഷേധത്തിന്റെ കമന്റ് അടിക്കേണ്ട, ചിരിക്കുക. ഒരു ദിവസം അവർക്കും മനസ്സിലാകും, ആ 5 രൂപന്റെ ബുക്ക്ലെറ്റ് ഒരു 5 കോപ്പി എനിക്കും തരുമോ എന്ന് അവരും ചോദിക്കുന്ന ഒരു നല്ല ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് അധ്വാനിക്കുക. കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്യാത്തവർ മണ്ണടക്കപ്പെട്ടാലും മണ്ണിൽ നിന്ന് സത്യം ഉയർത്തെഴുന്നേറ്റിട്ട് വിളിച്ചു പറയും, ഈ ഖബറിൽ കിടക്കുന്നവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. അതാണ് സ്വേച്ഛാധിപതികൾ കൊന്നൊടുക്കിയ തലമുറകളുടെ ചരിത്രം എന്നത് എന്റെ പ്രിയപ്പെട്ടവർ മറക്കാതിരിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ റോഡുകളിൽ വലിയ ബ്ലോക്കാണ്, അല്ലേ? ബ്ലോക്കാണ്. ആ യാത്രയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കേൾപ്പിക്കാനുള്ള പെൻഡ്രൈവുകൾ അവർക്ക് നമ്മൾ കൊടുക്കുക. 10 വാഹനം, നമ്മളെ അയൽക്കത്തുള്ള 10 വാഹനം ഒരിക്കൽ നമ്മൾ പെൻഡ്രൈവിലേക്ക് അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കേൾക്കാവുന്നത് എടുത്തിട്ട് കൊടുക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി തന്നാണ്, ഒരു 100 രൂപ എടുത്ത് തന്നളി, അല്ലേ? ഇല്ലെങ്കിൽ അത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊടുത്തു, അടുത്ത മാസം അടുത്തത് കൊടുത്തു. അവരിരുന്ന് കേൾക്കട്ടെ സുഹൃത്തുക്കളെ, ശാന്തമായി കേൾക്കട്ടെ. സദസ്സിലൊന്നിരിക്കാനല്ലേ പ്രശ്നമുള്ളൂ. വെഹിക്കിൾ ദാവാൻ തൽക്കാലം നമ്മളതിന് പേര് വിളിച്ചിരിക്കുന്നു. ഇതൊന്നും ആരും നിങ്ങളോട് പറയേണ്ട, സ്വയം തുടങ്ങാം, സ്വയം തുടങ്ങാം. റിക്ഷാ സ്റ്റാൻഡുകളിൽ, ജയിലുകളിൽ, ഫിലിം ഇൻഡസ്ട്രികളിൽ ഇൻഷാ അല്ലാഹ് ഈ ഇറക്കം കേവലം ഇടവഴികളിൽ മാത്രമല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ലഭിക്കട്ടെ. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിൽ ഇടപെടുകയും ചെയ്യുക. എല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊച്ചു ശബ്ദം ഇപ്പുറത്തുനിന്ന് കേൾക്കുമ്പോഴാണ് വേദന. അതെന്താന്ന് വെച്ചാൽ, ഈ ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇസ്ലാം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും കയറ്റുമതി ചെയ്യുന്ന പരിപാടിയാണ് വിസ്ഡമെന്ന് ഏതോ അടുത്ത കാലത്ത് പിരിഞ്ഞുപോയ ചില ആളുകൾ സലഫിയത്തിന്റെ മൂലോമീറ്റർ കൊണ്ട് അളന്നപ്പോ, അങ്ങനെ വല്ലാതെ തോന്നാത്തപ്പോ അളന്ന ചില ആളുകൾ പറഞ്ഞു എന്ന് കേട്ടു. അവരോട് നമുക്ക് ക്ഷമിക്കാം, നമുക്ക് നമ്മൾ ദൗത്യമായിട്ട് മുന്നോട്ട് പോകാം. ഓർക്കും മറുപടിക്ക് നമ്മളില്ല, നമുക്കതിന് സമയമില്ല, ആയുസ് വളരെ കുറച്ചുള്ളൂ. ആരെങ്കിലും തരുന്ന ഫേക്ക് അജണ്ടകളിൽ കറങ്ങി, അല്ലേ? ഇങ്ങനെ സാധാരണ ബാലരമന്റെ പുറത്തുണ്ടാകും വഴി കാണിക്കുകാരൻ്റെ ഒരു സാധനം, അതിന് നമ്മളില്ല. അതിലൂടെ അങ്ങനെ കറങ്ങി കുറെ പോയി തെറ്റി, അതിന് നമ്മളില്ല. നമുക്ക് സ്ട്രൈറ്റ് റൂട്ട് ഉണ്ട്, അജണ്ട ഉണ്ട്. സമയം അള്ളാഹു തരേണ്ട വിശാലതയാണ്, അല്ലേ? രാത്രി 8 മണിക്കാണോ ഫ്രീ ആകുക, 8 മണിക്ക് തുടങ്ങാവുന്ന പദ്ധതികളുണ്ട്. ഒക്കെ അതിന്റെ വർക്ക്ഷോപ്പുകളിൽ വരും. അതിന് നമ്മളൊക്കെ യോഗങ്ങളിലെത്തണം. എല്ലാവരും യോഗം വിളിച്ചാൽ വരണം സുഹൃത്തുക്കളെ. യോഗം എന്നത് കാറിന്റെ പെട്രോൾ പോലെയാണ്. ഒരു യോഗത്തിലിരുന്നാൽ ചിലപ്പോ ഈ എൻലൈറ്റനിങ് കോൺഫറൻസിൽ ഇരുന്നതിലേറെ വലിയ പുണ്യം നമുക്ക് കിട്ടും. ചില സുഹൃത്തുക്കളെങ്കിലും മനസ്സിലാക്കാത്ത കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ മണ്ഡലത്തിന്റെ യോഗം നടക്കുകയാണ്. അവിടെ 5 ആളിരുന്നിട്ട് തീരുമാനിക്കുകയാണ്, നമ്മുടെ മണ്ഡലം സ്കോഡ് നമുക്ക് ആറ്റൂരിൽ വെക്കണം. ശരി, ആറ്റൂരിൽ വെക്കണം തീരുമാനിച്ചു. മിനിറ്റ്സ് എഴുതി ആറ്റൂരിൽ അതിന്റെ പബ്ലിസിറ്റി നിങ്ങൾ അതിലേക്ക് ഒരു 50,000 ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ 25,000 ബുക്ക്ലെറ്റുകൾ, അല്ലേ? പിന്നെ അതൊക്കെ സംഘടിപ്പിക്കണം, പ്രഭാഷകനെ വിളിക്കണം. അത് നടന്നു. ഇടവഴികളിലൂടെ കടന്നു ചെന്നു. ഇന്നൊക്കെ എത്ര സുഹൃത്തുക്കൾ നമ്മളോട് ഖുർആൻ പരിഭാഷ ചോദിച്ചു, അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഖുർആൻ പരിഭാഷ എത്തിക്കും. റൂട്ട്സിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അല്ല, ജില്ലാ ഘടകമല്ല, കൊച്ചന്നൂരിലെ എന്റെ സഹപ്രവർത്തകർ. ഒരു ദിവസം കൊണ്ട് പറ്റൂല, 10 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റൂല. പക്ഷേ 2 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നിങ്ങൾക്ക് പറ്റും, അല്ലേ? പീടിയിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോണത് പോലെ അഡ്രസ് അന്വേഷിച്ച് ചെല്ലുക. നിങ്ങൾ ചോദിച്ച ഖുർആൻ പരിഭാഷ ചെയ്താ എന്റെ ബാധ്യത കഴിഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞു പോരാൻ കൊച്ചന്നൂരിലെ എന്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, കാരണവന്മാർ, നിങ്ങളെ സജീവമായി രംഗത്ത് വരണം. തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സുഹൃത്തുക്കൾ രംഗത്ത് വരണം. കേരളത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന, റേഡിയോയിലൂടെയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും പറയാണ്, ആരാണ് ഞങ്ങളുടെ പ്രദേശത്ത് സംഘടിപ്പിക്കുക, എന്നാണ് അങ്ങോട്ട് വരിക? ആരും അങ്ങോട്ട് വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് സംഘടിപ്പിക്കാം. അതിനുവേണ്ട സഹായങ്ങൾ ചോദിക്കാം, സപ്പോർട്ടുകൾ ചോദിക്കാം. സഹായങ്ങൾ കിട്ടും, സപ്പോർട്ടുകൾ കിട്ടും. അതുകൊണ്ടാണ് കേരളത്തിന്റെ നമ്മൾ കൃത്യം ലിമിറ്റഡ് ചെയ്ത് ചില പ്രദേശത്ത് വിളിച്ചേ. പക്ഷെ ചില സുഹൃത്തുക്കൾ, ഒറ്റപ്പെട്ട ചില സുഹൃത്തുക്കൾ വാട്സപ്പ് മെസ്സേജ് കണ്ടും ഫോൺ വിളി കേട്ടും അതേപോലെ തന്നെ ബൈലക്സിലൂടെയുള്ള അനൗൺസ്മെന്റ് കേട്ടൊക്കെ എത്തിയത് അതുകൊണ്ടാണ്. ഒന്ന് ഇറങ്ങണം. ബിരിയാണി 10 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ആ ബിരിയാണിക്ക് ഇങ്ങനെ നോക്കിയിരുന്ന അതിന്റെ മധുരം കിട്ടൂല, അതിന്റെ ടേസ്റ്റ് കിട്ടൂല. കഴിക്കണം, ഒന്ന് ഇറങ്ങി നോക്കുക സുഹൃത്തുക്കൾ. അപ്പൊ മനസ്സിലാകും
ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ് എന്ന്. അടുത്തത് നമുക്ക് ഇൻഷാ അല്ലാഹ് കരുനാഗപ്പള്ളിയിലും കൊല്ലത്തുമൊക്കെയാണ് വരാനുള്ളത്. കരുനാഗപ്പള്ളിയിൽ ഒക്ടോബർ 12-നും അതേപോലെ ഇവിടെ പൂനൂര് കാന്തപുരത്തിനടുത്ത് ആ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവംബർ 30-നുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ മാനസികമായി ഒരുങ്ങുക. 8ാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളെ ഇതിന്റെ ഭാഗമാക്കുക. നമ്മൾ പറഞ്ഞ എന്തുകൊണ്ടറിയോ, അടുത്തൊരു തലമുറ, അങ്ങനത്തെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ മെറ്റീരിയൽ ഇതിന്റെ പുസ്തകങ്ങൾ, CD-കൾ, ഇതിലേക്കൊക്കെ നിങ്ങളെ വകയുള്ള ഓഹരി മനസ്സിൽ വിചാരിച്ച് ഒന്നുമില്ല, നിങ്ങളെ സ്വന്തം ശാഖയിൽ കൊടുത്താലും മതി, സ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കൊന്നും വേണ്ട, നമ്മൾ വാങ്ങി അതിന്റെ കാര്യങ്ങളിൽ ഇടപെടണമെന്ന് എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.